ഞാനും ലാലും 5ാം ക്ലാസ് മുതൽ ഒരുമിച്ച് പഠിച്ചാണ്. 1960 ഒരുമിച്ച് ഒരേ ക്ലാസ്സിൽ പഠിച്ചതല്ലേ. അപ്പോൾ അന്ന് മുതലുള്ള പരിചയം തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങൾ കോളേജിലേക്ക് ഒന്നിച്ച് എത്തുന്നു. അന്ന് ശ്രീകുട്ടൻ പാട്ട് പാടും. അന്നേ പാട്ട് പാടും. ലാലേട്ടൻ അങ്ങനത്തെ ഒന്നുമില്ല. ഇല്ല, ലാൽ അന്ന് അഭിനയിക്കുന്നു. അന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴേ അഭിനയിച്ച് ബെസ്റ്റ് ആക്ടർ അവാർഡ്. ബെസ്റ്റ് ആക്ടർ അവാർഡ്. ശരി. കമ്പ്യൂട്ടർ ബോയ് എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു വയസ്സനായിട്ട് അഭിനയിച്ചു. 90 വയസ്സായ ഒരു വയസ്സനായിട്ട് അഭിനയിച്ചിട്ടാണ് മോഹൻലാലിൽ നിന്ന് അവാർഡ് കിട്ടുന്നത്. ബെസ്റ്റ് ആക്ടർ സ്കൂളിൽ നാടകത്തിൽ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ വരുമ്പോഴാണ് അശോക് കുമാർ എന്ന് പറയുന്നത് രാജീവ് നാഥിൻ്റെ ബ്രദറാണ്. അപ്പോൾ അങ്ങനെ അശോകുമായിട്ട് ഉള്ള സൗഹൃദമാണ്. പിന്നെ ഒരു സിനിമ എടുക്കാനായിട്ട് ഒരു പ്രൊഡ്യൂസർ വന്നു, പാച്ചല്ലൂർ ശശി എന്ന് പറഞ്ഞു. 1977 അദ്ദേഹം സിനിമ. അപ്പോൾ ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് പ്രീ ഡിഗ്രി കഴിഞ്ഞ് BCom ഫസ്റ്റ് ഇയർ കയറുമ്പോഴാണ് സിനിമയിലേക്ക് വരുന്നത്. അപ്പോൾ ആ പടം 50,000 രൂപ എങ്ങാണ്ടാണെന്ന് ബഡ്ജറ്റ്. അദ്ദേഹം നിങ്ങളുടെ അടുത്തെത്തി? അദ്ദേഹം ഏതോ വഴി ഞങ്ങളുടെ അടുത്തെത്തി. അന്ന് ഇപ്പം നമ്മുടെ സിനിമ ബന്ധമൊന്നുമില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ ഞങ്ങൾക്ക് സിനിമ ABCD അറിഞ്ഞുകൂടാ. അതായത് സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനും അറിഞ്ഞുകൂടാ, സിനിമയുടെ ഡയറക്ഷനും അറിഞ്ഞുകൂടാ, ഒന്നും അറിഞ്ഞുകൂടാ. എല്ലാവരും പുതിയ ആൾക്കാർ. അപ്പം ഇങ്ങനെ വന്ന് ഇപ്പോൾ എല്ലാവർക്കും പറ്റുന്ന അബദ്ധം തന്നെ ആ പ്രൊഡ്യൂസറിനും പറ്റിയത്. അപ്പോൾ ശശിയും അശോകും കൂടെ അത് ഡയറക്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇത് പകുതി വെച്ച് ഇവർ പിരിഞ്ഞു. പടവും അവിടെ പല ഷെഡ്യൂളായിട്ട് 5 ദിവസം ഷൂട്ട് ചെയ്യും, 2 ദിവസം ഷൂട്ട് ചെയ്യും, ഒരു ദിവസം ഷൂട്ട് ചെയ്യും. അങ്ങനെ മോഹൻലാലിൻ്റെ വീടായിരുന്നു പ്രധാന ലൊക്കേഷനും അതിൻ്റെ ചുറ്റുവട്ടവും. നിങ്ങൾക്ക് എന്തായിരുന്നു റോള്? ഞാൻ അതിൽ അസിസ്റ്റന്റ് ഡയറക്ടർ. മോഹൻലാൽ അതിൽ ഒരു റോൾ അഭിനയിക്കുന്നു. അതിലൊരു ജോലിക്കാരൻ്റെ റോളായിരുന്നു, ചെറിയൊരു റോൾ. അപ്പം മോഹൻലാൽ അന്ന് മുതലേ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ചായിരുന്നു. പിന്നെ ഈ പടം വഴി കടന്നുപോയി, തീർക്കാൻ പൈസയില്ല. അങ്ങനെയാണ് എല്ലാവരും കൂടെ തിരുവങ്കട മുതലാളി എന്നാണ് പറയുന്നത്. അദ്ദേഹമാണ് ശരിക്കും ഞങ്ങളുടെ ഗോഡ് ഫാദർ. തിരുവങ്കട മുതലാളിയെ പോയി കണ്ടിട്ട് ഞങ്ങളിത് പറയുക. അദ്ദേഹത്തെ നോക്കുമ്പോൾ കുറേ പീക്കിരി പിള്ളേർ, നമ്മളൊക്കെ ഒന്ന് കണ്ടാൽ പോലും ആരും 5 പൈസ തരില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരു കാര്യം ചെയ്യാം, പൈസയൊന്നും നിങ്ങളെ തരില്ല, വണ്ടിക്കൂലി തരും, അവിടെ ചെല്ലുമ്പോൾ ഫുഡ് തരും, ബാക്കി ഷൂട്ട് ചെയ്യാനുണ്ട്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു അതൊക്കെ ഞങ്ങൾക്ക് അങ്ങ് വേറെ ഒന്നുമില്ല, ഇപ്പോൾ ഈ പടം തീർത്താൽ മതി എന്നുള്ളത്. അങ്ങനെ തിരുവനന്തപുരത്ത് ബാക്കി 2 പാട്ടൊക്കെ റെക്കോർഡ് ചെയ്ത് MG രാധാകൃഷ്ണനെ വെച്ച്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അവിടെ പോയി മദ്രാസിൽ പോയിട്ട് പോസ്റ്റ് പ്രൊഡക്ഷൻ. അന്നാണ് നമ്മൾ ഈ കോടമ്പാക്കവും ഇതുമൊക്കെ കാണുന്നത്, സിനിമ എന്താണെന്ന് കാണുന്നത്. അപ്പോൾ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ വെറും പിള്ളേർ കളിയായിരുന്നു, ഒന്നും അറിഞ്ഞുകൂടാത്ത. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മൾ സീരിയസ് ഫിലിം മേക്കേഴ്സിനെ കാണുന്നത്.